ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഇന്നതൊരു കിടിലൊരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ലാലു വണ്ടികൾ പറഞ്ഞിട്ടുള്ളത്. കാരണം നമുക്ക് സ്വിഫ്റ്റുകൾ നോക്കുന്നവർക്കുണ്ടാവും. അപ്പോൾ സ്വിഫ്റ്റുകൾ അത്യാവശ്യം നല്ലൊരു കളക്ഷൻസ് ആദ്യം, അതേപോലെ i20കൾ നല്ലൊരു കളക്ഷൻസ് വരുന്നുണ്ട്, പിന്നെ ഓട്ടോമാറ്റിക് സെക്ഷനുകൾ വരുന്നുണ്ട്, 7 സീറ്ററുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ദോസ്തിലാണ്. അപ്പോൾ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ അരിപ്ര, അതായത് തൃശ്ശൂർ, പാലക്കാട്, കാലിക്കറ്റ് നാഷണൽ ഹൈവേ, പെരിന്തൽമണ്ണക്കും മലപ്പുറത്തിന് നടുവിലായിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമുക്ക് അരിപ്ര സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ദോസ്ത് യൂസർ കാർസ് സ്ഥിതി ചെയ്യുന്നത്. നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ കാണിക്കും. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ഓണിലൊക്കെ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ക്യാഷും മുടക്കാതെ നല്ല അടിപൊളി വാഹനങ്ങൾ, മോഡൽ കൂടിയതാവട്ടെ ചെറിയ ബഡ്ജറ്റിലൊക്കെ ഉള്ള നല്ല അടിപൊളി വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടോളി, മിസ്സാക്കേണ്ട. നല്ലൊരു ഓഫർ വീഡിയോ ആണ്. മാക്സിമം ഷെയർ ചെയ്തോളി. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലിക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന നല്ലൊരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല കാറുകൾ, മൈലേജ് കാറുകളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്നോളി. അപ്പോൾ നമ്മളെ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള ലാലു ആണ്. അപ്പോൾ നമ്മളൊന്ന് കാറ്റഗറി ആയിട്ടാണ്. അത്യാവശ്യം സ്വിഫ്റ്റുകളുണ്ട്, i20കളുണ്ട്, 7 സീറ്ററുകളുണ്ട്, ഓട്ടോമാറ്റിക് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് ഫുൾ ഓണൊക്കെ കൊടുക്കാം അല്ലേ? നമുക്ക് ഒരുവിധം ഒരു 6-7 വണ്ടികൾ നമുക്ക് ഫുൾ ഓൺ കൊടുക്കാം. ബാക്കിയുള്ളൊക്കെ ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് സ്വിഫ്റ്റ് നിന്ന് തുടങ്ങാം. അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്ന വണ്ടി. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ സ്വിഫ്റ്റ് KL53 ഇവിടെ പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ തന്നെ അല്ലേ? ഡീസൽ 2014 മോഡല് ഡീസൽ VDI ആണ് ഓപ്ഷൻ വരുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലാണ്. കിലോമീറ്റർ ഒക്കെ കിലോമീറ്റർ 140 ഓടിയിട്ടുണ്ട്. സർവീസ് ഒക്കെ കഴിഞ്ഞാണോ? സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്. അത്യാവശ്യം ഇന്റീരിയലൊക്കെ നല്ല വൃത്തിയിൽ ചെയ്തൊരു വണ്ടിയാണ്. അഡീഷണൽ അലോയ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, എക്സ്ട്രാ ചെയ്താണ്. നല്ല സീറ്റ് കവേഴ്സ് ഉണ്ട്. പിന്നെ AC പോസ്റ്ററിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പിന്നെ LCD സ്ക്രീന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് ക്ലൈം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. നമ്മൾ എത്രയാണ് ഇതിന് ചോദിക്കുന്നത്? നമ്മള് 4,26,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. നമുക്ക് ഏകദേശം എത്ര രൂപ ഉണ്ടെങ്കിൽ ഒരു വണ്ടി ഇറക്കാം? നമുക്കൊരു 50,000 അല്ലെങ്കിൽ ഒരു 40, നല്ല പ്രൊഫൈലൊക്കെ ഉള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഡീസൽ സ്വിഫ്റ്റ് കൊണ്ടോ? അതെ. ഓക്കെ. അടുത്ത തവണ ഒരു പുതിയ മോഡൽ സ്വിഫ്റ്റ് ആയിക്കോട്ടെ അല്ല? ഇത് 23 രജിസ്ട്രേഷൻ അല്ലേ? 8026 ഡുവൽ ടൂൺ ആണ് വരുന്നത്. അത് നല്ല പൊളി കളർ റെഡ്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? 2018 മോഡലാണ്. നിലവില് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അത് നമ്മൾ മാറിയതാണ്. ഓക്കെ. അപ്പൊ സിംഗിൾ യൂസിംഗ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ ടയർ കാര്യങ്ങളാണെങ്കിൽ ഒരു 80-90% ടയറൊക്കെ ഉണ്ട്. പിന്നെ ഇന്റീരിയർ നോക്കി നല്ല പൊളി ഇന്റീരിയർ ആണ്. നല്ല സീറ്റ് കവേഴ്സ് വരുന്നുണ്ട്. കമ്പനി മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ്, നമുക്ക് വോളിയം കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇതുമേ ഏകദേശം ഒരു 37 റുപ്യന്റെ ക്ലെയിം ഉണ്ട്. ഓക്കെ. ചെറിയ ക്ലെയിം ആണ്. 37 എന്ന് പറഞ്ഞാൽ നമുക്കൊരു മേജർ ക്ലെയിം എന്ന് പറയാനില്ല, ചെറിയൊരു ക്ലെയിം ആണെന്ന് പറയാം. ആക്സിഡന്റ് പിന്നെ ഈ ഒരു മേജർ മറ്റു ബോഡിക്ക് പ്രശ്നം, അങ്ങനെ ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓൺഷിപ്പ് നമ്മൾ സിംഗിൾ യൂസിംഗ് വന്നൊരു വാഹനം. കിലോമീറ്റേഴ്സ് എത്രയായിരുന്നു? കിലോമീറ്റർ 60,000 കിലോമീറ്റർ ആണ്. ഫുൾ കമ്പനി സർവീസ്. കറക്റ്റ് പക്ക സർവീസ്. ഇത് പെട്രോൾ ആണോ ഡീസൽ ആണ്? പെട്രോൾ ആണ്. മൈലേജ് നമുക്ക് അതിന് എത്ര പ്രതീക്ഷ? മൈലേജ് എന്തായാലും 20 കിലോമീറ്റർ പ്രതീക്ഷ. ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം? നമുക്ക് ഏകദേശം ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞത് 5 ലക്ഷം റുപ്യാണ്. നെഗോഷ്യബിൾ ആണ്. അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവും. 18 മോഡല് സിംഗിൾ യൂസിംഗില്, അതും 60,000 കിലോമീറ്റർ VXI. വീണ്ടും നമ്മൾ സ്വിഫ്റ്റ് ന്യൂ മോഡൽ തന്നെയാണ്. 29 രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ. എങ്ങനെയായിരുന്നു ലാലു മോഡൽ? 2018 മോഡലാണ്. നമ്മള് റെഡിന്റെ സെയിം മോഡല്. അതെ. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ 90,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. ഫുള്ള് കമ്പനി സർവീസ് അല്ലായിരുന്നു? ഫുൾ കമ്പനി സർവീസ് അല്ല? അതെ, കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. നമുക്ക് എത്രയാണ് ഇതിന് ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 5,65 ആണ്. പ്രൈസ് നമുക്ക് കസ്റ്റമർ വരുന്നതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയ ടയറും കാര്യങ്ങളൊക്കെ ഇപ്പൊ വരുന്നില്ല. നമുക്ക് ഏകദേശം 50 രൂപ വണ്ടി ഇറക്കാം. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ നമുക്ക് സിംഗിൾ ഓൺഷിപ്പിൽ 90,000 കിലോമീറ്റർ പെട്രോളോ ഡീസലോ? പെട്രോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 17-18 മൈലേജ് എന്തായാലും 20 കിലോമീറ്റർ ഒക്കെ കിട്ടും. എന്തായാലും കിട്ടൂല. അടുത്തവണ നമുക്ക് ഡീസലില് മൈലേജ് നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി വാഹനം അല്ലെ? സിൽവർ ഫിനിഷിംഗ് ആണ് വരുന്നത്. മലപ്പുറം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. 2014 മോഡൽ 15 രജിസ്ട്രേഷനിലുള്ള സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ. ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ VDI ആണ്. പക്ഷെ കമ്പനി അലോയ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സ്പോയിലർ ചെയ്തിട്ടുണ്ട്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഇതിന് നമുക്ക് മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? മൈലേജ് ഒരു 23 കിലോമീറ്റർ ഒക്കെ എന്തായാലും കിട്ടും. അപ്പൊ നല്ല മൈലേജ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഓൺഷിപ്പ് സിംഗിൾ, സെക്കൻഡ് ഓണർ അല്ല? എത്ര ചോദിക്കണേ? നമ്മൾ ചോദിക്കുന്നത് 4,30,000 ആണ്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാം? നമുക്കൊരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല. അപ്പൊ ഇന്ത്യ സ്വിഫ്റ്റ് ഉണ്ടോ നമുക്ക്? അല്ല, അതിന്റെ സ്വിഫ്റ്റ് ഡിസയർ സെഡാൻ ആയിക്കോട്ടെ. അതിന്റെ സെഡാൻ ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2016 മോഡലാണ്.
സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ ഓൺഷിപ്പ്. അതെ, അല്ല അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതെ അതെ. ഡീസലോ പെട്രോളോ? ഇത് ഡീസലാണ് വരുന്നത്. LDA ആണ് ഓപ്ഷൻ വരുന്നത്, ബേസ് മോഡൽ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. 2 ഡോർ പവർ വിൻഡോ അല്ല. ഇത് ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 98,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. ഫുൾ കമ്പനി സർവീസ്. എത്ര ചോദിക്കുന്നതിന്? ഇത് നമുക്ക് ഫയലില് കസ്റ്റമറിന് 4 ലക്ഷം റുപ്യക്ക് കൊടുക്കാം. തീർച്ചയായിട്ടും നമുക്ക് ഇത് ഒരു 100% ലോണിൽ തന്നെ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കും. അപ്പൊ ഇത് നമുക്ക് ഫുൾ ഓൺലൈനിൽ ഉണ്ടാവും. ഫുൾ ഓണിൽ നമുക്ക് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഇത് വീണ്ടും നമ്മൾ സ്വിഫ്റ്റ് ഡിസയർ തന്നെ അല്ലേ? ഏത് ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2014 ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. അപ്പൊ നമ്മള് മാനുവൽ കണ്ടു, നീ ഓട്ടോമാറ്റിക് കണ്ടവർക്ക് ഇതിൽ ഓട്ടോമാറ്റിക് ഉണ്ട്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ വെറും 40,000 മാത്രം ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. മോഡൽ ഡിപ്പെൻസ് നോക്കുമ്പോൾ ചെറിയ ഓട്ടോ ഓരോ വർഷത്തിൽ ഓടിയ വണ്ടി. അതും സിംഗിൾ ഓണർ. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഡിക്ക് റീപ്ലേസ്ഡ് ആണ്. ഓക്കെ, മേജറായി മറ്റ് ഇത് ക്ലൈം ഒക്കെ കമ്പനിന്നല്ലേ ഹിസ്റ്ററൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഫുൾ കമ്പനി ചെക്ക് ചെയ്തിട്ട് തൃപ്തിപ്പെട്ട് എടുത്താൽ മതി. തീർച്ചയായിട്ടും നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. നമ്മൾ ഏത് കസ്റ്റമറിനോടും പറയുന്ന കാര്യം അതാണ്. ഓക്കെ, കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് ഹിസ്റ്ററൊക്കെ പക്കയാണെങ്കിൽ മാത്രം എടുക്കാം. നമ്മൾ അത്രയും ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് അല്ലേ? എത്രയാണ് നമ്മൾ ചോദിക്കുന്നതിന്? ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 5,10,000 ആണ്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് വരുത്തി കൊടുക്കും. ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. സുഖമായിട്ട് വണ്ടി ഇറക്കാം. അടുത്ത നമുക്ക് ഇത് ഓട്ടോമാറ്റിക് ആയിരുന്നു. കുറച്ച് മോഡൽ കമ്മിയുള്ള നമുക്ക് ജസ്റ്റ് വരുത്തി. വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റ് ഡിസയർ തന്നെയാണ്, സെഡാന്. അവൻ ഡുവൽ ടൂൺ ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഡുവൽ ടൂൺ ചെയ്താണ്. VDA ആണ് ഓപ്ഷൻ വരുന്നത്. 2012 മോഡലാണ്. 2012 മോഡൽ. കിലോമീറ്റർ 1,35,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ 3rd ഓണർഷിപ്പിലാണ് വണ്ടി എടുക്കുന്നത്. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. നമുക്ക് പിന്നെ ഫുൾ കമ്പനി സർവീസ് കറക്റ്റ് ഉള്ള വണ്ടി നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നമ്മൾ എത്ര ചോദിക്കണം? നമ്മൾ 3,30,30,000 ചോദിക്കുന്നത്. 2012 ന്യൂ ഷേപ്പ് വണ്ടിയാണ്. 2012 2 മോഡൽ ഉണ്ടായിരുന്നു. ഒരു ഷേപ്പ് ചേഞ്ചിങ് വന്ന് അത്യാവശ്യം മൈലേജും കിട്ടൂല. മൈലേജ് ഉണ്ടാവും. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. നമുക്ക് 3rd ഓൺഷിപ്പ് ആണെന്നുള്ളൂ. പക്ഷേ മേജർ സർവീസ് കാരണം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഡീസൽ അത്യാവശ്യം മൈലേജും കിട്ടൂല. തീർച്ചയായിട്ടും. എത്രയാണ്? 3,30. ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാം? ഇത് നമുക്ക് ഏകദേശം ഒരു 60,000 ആ റേഞ്ചില്. കാരണം മോഡൽ കുറഞ്ഞ വണ്ടി ആവുകൊണ്ട് ഡൗൺ പേയ്മെന്റ് ലേശം കൂടും. പക്ഷെ നമുക്ക് ബഡ്ജറ്റ് വണ്ടി എന്ന് പറയാം. തീർച്ചയായിട്ടും. ഓക്കെ, ഈ ടാറ്റ വണ്ടികളാണ് അല്ലെ? ടാറ്റ ടിയാഗോ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2019 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ ഇത് വെറും 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. XM ആണ് ഓപ്ഷൻ വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ. അതെ അതെ. ഓക്കെ, പിന്നെ ഇന്റീരിയർ ഒക്കെ നല്ല അത്യാവശ്യം സ്പേസസ് ആണ്. പിന്നെ ബോഡി വെയിറ്റ്, മൈലേജ് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, എത്രയാണ് നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് നമുക്കിത് ഫയലിൽ ഒരു 4 ലക്ഷം റുപ്യക്ക് കൊടുക്കാം. 4,20 വരെ ആണെങ്കിൽ കസ്റ്റമറിന് ലോണും ചെയ്തു. 20 റുപ്യ അങ്ങോട്ട് കൊണ്ടുപോയിക്കോട്ടെ. ഒരു 2 അടവ് അങ്ങോട്ട് ആദ്യം നമുക്ക് എടുത്തേക്കാം. പിന്നെന്താ, അപ്പൊ അത്രയും നമുക്ക് അങ്ങോട്ട് കൊണ്ടാൻ പറ്റുന്ന ഒരു വണ്ടി. നമ്മൾ വീണ്ടും ഒരു ടാറ്റ വാനം, ടാറ്റ നാനോ അല്ല? അതെ അതെ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2016 മോഡലാണ്. ഇത് നമ്മള് നാനോ ടിസ്റ്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 89,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. എത്ര ചോദ്യം? ഇത് നമുക്ക് ഫയലിൽ ഒരു 1,35 നമുക്ക് ഫയലിൽ കൊടുക്കാം. 1,35. ഇതിന് ലോണൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇത് നമുക്ക് ഏകദേശം ഒരു 1 ലക്ഷം റുപ്യ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 35,000 റുപ്യ നമുക്ക് വണ്ടി ഇറക്കാം. ഇനി ഒരു ബഡ്ജറ്റ് ഞാൻ അവിടെ ഉണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് നമ്മൾ ഉദ്ദേശിക്കണ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പഠിക്കാൻ വണ്ടി, അങ്ങനത്തെ ഒരു ലെവൽക്കുള്ള ആൾക്കാർക്ക് ഒരു ചെറിയ ചായ പൈസക്ക് ഒരു നാനോ, ചെറിയ ചായ പൈസ കൊണ്ടോ? അതെ. ഓക്കെ, എങ്ങനെയായിരുന്നു? ഇത് നമുക്കൊരു 28,000 റുപ്യ വിചാരിച്ചാൽ നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 28,000 റുപ്യക്ക് അല്ലേ? അപ്പൊ നമുക്ക് പഠിക്കാം. എഞ്ചിന് മെക്കാനിക്കലൊക്കെ മെക്കാനിക്കലൊക്കെ പെർഫെക്റ്റ് ആണ്. വീണ്ടും ഒരു നാനോ അല്ലെ? ഇതും ഡിസ്റ്റന്റ് ആണ് വരുന്നത്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2016 മോഡല്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. അപ്പൊ നേരത്തെ നമ്മൾ മാനുവൽ ആയിരുന്നു. ഇനി ഓട്ടോമാറ്റിക് നാനോ വേണമെങ്കിൽ അതും നമുക്ക് ഇവിടെ ഉണ്ട് അല്ലെ? ഇതെങ്ങനെയായിരുന്നു നമുക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ? ഇത് നമുക്ക് 4 ടയറും പുതിയ ടയറാണ് അല്ലെ? 4 ടയർ പുതിയ ടയറാണ്. ഇത് റേറ്റ് വരുന്ന 2 ലക്ഷം റുപ്യ ചോദിക്കുന്നുണ്ട്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം. ഓക്കെ, നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവും ഇതിന്? ലോൺ ഏകദേശം നമുക്കൊരു 1,4 വരെ നമുക്ക് ചെയ്തു കൊടുക്കാം. 1,4 വരെ നമുക്ക് ലോണും ചെയ്യാം അല്ലെ? ഓക്കെ, ശരി. അടുത്ത റെനോ കിഡ് അല്ലേ? അതെ. ഇതെങ്ങനെയായിരുന്നു നമുക്ക് മോഡല് കാര്യങ്ങള്? ഇത് 2017 മോഡല് ഓട്ടോമാറ്റിക് ആണ്. ഇത് ഓട്ടോമാറ്റിക് അല്ലേ? നമുക്ക് അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഇന്റീരിയർ ഒക്കെ നല്ല കിടുവാണ് അല്ലെ? തീർച്ചയായിട്ടും. പിന്നെ ഇതിന് ഗിയർ ഇല്ല, ജസ്റ്റ് ഒരു നോബാണ്. നമുക്ക് ഇതിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. ലേഡീസിനൊക്കെ നല്ല യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കംഫർട്ട് ആയിട്ടൊരു വാഹനമാണ്. RXT ഇതിന്റെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. പിന്നെ നമുക്ക് RXT ആണ് ഓപ്ഷൻ വരുന്നത്. നമ്മൾ ഒരു ലേഡീസിനൊക്കെ പറ്റി പ്രിഫർ ചെയ്യാൻ പറ്റുന്ന നല്ല മൈലേജ് കാര്യങ്ങൾ കിട്ടുന്ന ഒരു വണ്ടി. അതേപോലെ LCD സ്ക്രീന് കാര്യങ്ങളല്ലാണ്ട്. ഓട്ടം എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 50,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളത്. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല? ഇല്ലല്ല. എത്ര ചോദിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. കളർ തന്നെ പെർഫെക്റ്റ് ആണ് ലേഡീസിനൊക്കെ പ്രത്യേകിച്ചും. ഓക്കെ, എത്രയാണ് നമ്മൾ ചോദിക്കണേ?
ഇത് നമ്മൾ 3.25 ലക്ഷം റുപ്യാണ് ചോദിക്കുന്നത്. ഇത് നമുക്ക് ചെറിയൊരു 25,000 റുപ്യ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. 25,000 റുപ്യക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കാം. നിസാന്റെ മൈക്ര അല്ലെ? അതെ അതെ. KL16 പാറശാല രജിസ്ട്രേഷൻ അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2014 മോഡലാണ്. ഒരു 50,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വണ്ടി. ഓക്കെ. ഡീസലോ പെട്രോളോ? ഇത് പെട്രോൾ വേരിയന്റ് ആണ്. XV ആണ് ഓപ്ഷൻ വരുന്നത്. ഏറ്റവും ടോപ്പ് എൻഡ് ഫുൾ കമ്പനി ഫിറ്റിംഗ്സില് പുഷ് ബട്ടൺ ഒക്കെ അല്ലേ ഇതിന്? അതെ, പുഷ് ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. കീ പോക്കറ്റിൽ ഉണ്ടായാൽ മതി, വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അത് ഓട്ടോമാറ്റിക് വേണോ വരുന്നത്? കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഒരു 50,000 കിലോമീറ്റർ. 50,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ? സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമ്മള് ചോദിക്കുന്ന പ്രൈസ് 4,10,000 ആണ്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കും. ഏകദേശം എത്ര റുപ്യക്ക് വണ്ടി ഇറക്കാം? ഇത് ഏകദേശം ഒരു 40,000 റുപ്യ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം അല്ല? നമ്മള് ലാലോ ദോസ്തിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് പ്രോപ്പർ അരിപ്ര, അതായത് പെരിന്തൽമണ്ണ മലപ്പുറം ഹൈവേയില് അരിപ്ര സ്കൂൾ പടിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത്. അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇനി നല്ലൊരു അടിപൊളി പാർട്ട് വരുന്നുണ്ട്. നല്ല 7 സീറ്ററുകൾ കൊണ്ടയുടെ i20 ഒക്കെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. വെയിറ്റ് ചെയ്തോളി. അപ്പോൾ അത് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് ലാലു സൈനിങ്.